ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ ഇതൊക്കെ ചോപ്പുണ്ടോ നോക്കണം, ഓർഗാനിക് മൈലാഞ്ചി ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അത് ചോപ്പുണ്ടോ ഫസ്റ്റ് നമ്മൾ അറിയണ്ടേ. അപ്പോൾ അതൊക്കെ നോക്കി നല്ല ചോപ്പൊക്കെ ഉണ്ട്. പിന്നെ അതാ തിരുമ്പാനുള്ളതൊക്കെ മെഷീനിലിട്ട് പിന്നെ വോയിസ് റെക്കോർഡ് എടുക്കാൻ വേണ്ടിയിട്ട് മുകളിലേക്ക് പോവാണ്. മക്കൾ നീച്ചാൽ നടക്കൂല, അപ്പോൾ ഓരോ ഉറങ്ങുന്ന സമയമാണിത്. അപ്പോൾ മുകളിൽ പോയിട്ട് കൊടുക്കായി രാവിലെ തന്നെ ഇങ്ങനെ അവൻ്റെ നഖം മുറിക്കാൻ വേണ്ടിയിരുന്നത്. ഭയങ്കര സ്ട്രോങ് ആണ്, എത്ര പെട്ടെന്നാണ് വലുതാവുക. വല്ലേ പിന്നെ ചെയ്യാതിരിക്കുമ്പോൾ മറന്നു. അപ്പം അവൻ്റെ നഖമൊക്കെ മുറിച്ചെടുക്കണം. നമ്മളെ മുഖമൊക്കെ പിടിക്കുമ്പോൾ തന്നെ ഇത് അടയാളം നിൽക്കണം, എന്തോ ഒരു വേദനയാണ്. അങ്ങനെ പിന്നെ അത് മുറിച്ചെടുക്കാൻ വേണ്ടി നിന്ന് അതൊക്കെ കഴിഞ്ഞ് ഇപ്പൊക്കെയുള്ള ഫുഡൊക്കെ എടുത്ത് വെച്ച് നമുക്ക് പോരും ബാച്ച് കറിയും ചിക്കൻ കറിയൊക്കെയാണ്. ഇപ്പം പിന്നെ കഴിക്കാൻ ഇപ്പം പണിക്ക് പോകാനുള്ളതാണല്ലോ. പിന്നെ അതാ മോൻ്റെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് മോനെ ഉറങ്ങിക്കണം. നേരത്തെ എനിക്ക് ഓൻ പിന്നെയും ഉറങ്ങും, അതന്നെ അവൻ്റെ പണി. പിന്നെ മീൻ ഉച്ചക്കത്തേക്കുള്ള മത്തിയൊക്കെ മോളോടുണ്ട്. നമ്മൾ ചായ കുടിക്കാനിരുന്ന് ഇന്ന് പിന്നെ എനിക്ക് കൂടുതൽ വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല. കാരണം എനിക്ക് നെയിം സ്ലിപ്പിൻ്റെ ഓർഡറുള്ളതുകൊണ്ട് ഇപ്പോൾ സ്കൂളൊക്കെ തുറക്കാനായല്ലോ. അപ്പോൾ അതിൻ്റെ എഡിറ്റിങ് തന്നെ ആയതുകൊണ്ട് എനിക്ക് രണ്ടുംപാട് നടന്നില്ല. അകപ്പാടൊരു ഫോൺ അതിലെങ്ങനെ രണ്ടുംപാട് ചെയ്യാം. അങ്ങനെ ചോറയിപ്പൊക്കെ കഴിഞ്ഞ് പാസ്ത ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്, ബാക്കിയുണ്ടേനും. അപ്പം അതിനുള്ള സാധനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പാസ്ത ഉണ്ടാക്കാൻ വിചാരിച്ച് പിന്നെ അങ്ങനെ വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ അതാ നെക്സ്റ്റ് ഡേ ആണ്. നമുക്ക് പാൽച്ചായ എനിക്ക് കട്ടൻ ചായ ഉണ്ടാക്കി ഇന്ന് രാവിലെ തന്നെ അത് ചായ കുടിക്കണം. എനിക്ക് പ്രിൻ്റൊക്കെ എടുക്കാൻ വേണ്ടി പോകാണ്ട്. നെയിം സ്ലിപ്പിൻ്റെ കുറച്ച് മുന്നേ കിട്ടിയ ഓർഡേഴ്സാണ്. അപ്പോൾ അതൊക്കെ പ്രിൻ്റ് എടുക്കാൻ വിചാരിച്ച് കുട്ടികളെ കൂട്ടാതെ പോകാൻ വിചാരിച്ചതിനും അപ്പോഴത്തേനും ഓരൊക്കെ എണീച്ച് പിന്നെ മോനായിട്ട് പോയി. ഞാൻ തലേന്ന് പറഞ്ഞു നേരത്തെ എണീക്കിട്ടവരെ കൊണ്ടുപോയി. അങ്ങനെ എൻ്റെ മോനെ തന്നെ എടുത്ത് അങ്ങനെ അത് ആ പ്രിൻ്റ് എടുക്കാൻ വേണ്ടി പോവാണ്. നല്ല മയക്കുള്ള ചാൻസാണ്, എന്തോ ഒരു ഭാഗ്യത്തിന് നമ്മൾ അവിടെ എത്തുന്ന വരെ മയമില്ല. അങ്ങനെ അത് ആ പ്രിൻ്റ് ഷോപ്പിലെത്തി പ്രിൻ്റ് എടുക്കാൻ വേണ്ടി കൊടുത്തിക്കണം. കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. അപ്പം എൻ്റെ മോൻ ഇത് അവിടെ സോഫമലൊക്കെ കയറി കളിക്കുന്നുണ്ട്. ഞാൻ അടങ്ങിയിരിക്കുക ഇങ്ങനെ പറയാം. അങ്ങനെയൊക്കെ അത് കഴിഞ്ഞ് പ്രിൻ്റൊക്കെ കിട്ടി. പിന്നെ ഇതാ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. വീട്ടിലെത്തിയ പാടുന്ന മോനക്ക് ഫുഡ് കൊടുത്ത് നമ്മൾ ഫുഡ് കഴിക്കാതെ ഇന്ത്യ രണ്ടാമത്തെ മോൻ നല്ല ഉറക്കമാണ്. പിന്നെ അതാ ഞാൻ ചായ അടിക്കാൻ വേണ്ടിയിരുന്നു. നല്ല അരിച്ചൊട്ടത്തിനും പിന്നെ ഇറച്ചിക്കറിയൊക്കെയാണ്. അങ്ങനെ ആ ചായ അടിക്കാൻ ഇന്ന് പിന്നെ ഫ്രണ്ട്സുകളെപ്പുറം പുറത്ത് പോകാനുള്ളൊക്കെ പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ കുറേ ആയി പ്ലാനിങ് മാത്രം നടക്കണുള്ളൂ. ഇങ്ങനെ നീണ്ട് പോവാണ്. അപ്പോൾ ഇത് 3 മണിയൊക്കെ സമയം പറഞ്ഞത്. അപ്പോൾ അതിന് പണിയൊക്കെ കഴിക്കാൻ അനിയത്തി അതിന് ടൗണിലും പോയിക്കാണ്. അപ്പോൾ അടിച്ചാരി കഴിഞ്ഞിട്ട് ടൈം സ്ലിപ്പൊക്കെ കട്ട് ചെയ്യാനൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ കട്ടിങ് നടന്നില്ല. ഞാൻ അഥവാ മഴ പെയ്താലോ വിചാരിച്ചിട്ട് വണ്ടിയിൽ കത്രികയൊക്കെ വെച്ചിരുന്നു. കട്ട് ചെയ്തിട്ട് വണ്ടീൻ്റെ ഡിക്കിൽ വെച്ച പ്രശ്നമില്ലല്ലോ. അപ്പോൾ അതെടുക്കാൻ മറന്നുപോയി. ഇപ്പോൾ പിന്നെ പോയും ചെയ്തല്ലോ. അപ്പോൾ പിന്നെ ഇത് അങ്ങോട്ടൊക്കെ തന്നെ വെച്ച് പിന്നെ ഇതാ മക്കൾ കളിക്കണത് വെക്കില്ല, എത്ര നീറ്റാക്കിയാലും പിന്നെ ഇതാ മോനായിട്ട് കുറച്ചേരം കളിച്ച്. പിന്നെ ഇതാ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് മുകളിലേക്ക് പോയി. കറണ്ട് പോയാലോ വിചാരിച്ചിട്ട് പോയി ഡ്രസ്സൊക്കെ എടുത്ത് അയൺ ചെയ്ത് വെച്ചാൽ കഴിഞ്ഞല്ലോ. പോണ സമയത്ത് ചെയ്യാതിരിച്ചാൽ കറണ്ട് പോയാൽ പണി കിട്ടുമല്ലോ. അങ്ങനെ റൂമിലെത്തി ഡ്രസ്സൊക്കെ എടുത്ത് പിന്നെ ഫുഡ് കഴിക്കലും മോനക്ക് ഫുഡ് എടുക്കലൊക്കെ പിന്നെ സ്പീഡായിരുന്നു, സമയമില്ലേനു. അങ്ങനെ ചെറിയ ആളമ്മ ഓർക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി നടന്നിട്ട് ബസ് സ്റ്റോപ്പിലേക്ക് പോകാൻ കേട്ടോ. ഞാനിങ്ങനെ പോയിട്ട് കുറേ ആയി. അങ്ങനെ ബസ് കയറലും ഇപ്പം എത്രയോ കാലത്തിന് ശേഷം ബസ് കയറണത്. അധികം വണ്ടിമ്മ തന്നെ ആയതുകൊണ്ട് പിന്നെ ഒറ്റയ്ക്ക് പോക്കും വളരെ കുറവാണ്. എല്ലാവരും അപ്പുറം പോവാല്ലാണ്ട് ബസ്സിലും അങ്ങനെ കയറില്ലേ. ഞാൻ പോവുകയാണെങ്കിൽ തന്നെ വണ്ടിമ്മലാണല്ലോ അധികം പോക്ക്. അങ്ങനെ ഞാൻ മോനായിട്ട് ബസ് കയറുമ്പോൾ ലുലുവിലേക്കാണ് പോണത്. ഫ്രണ്ടിൻ്റെ അപ്പുറം വണ്ടിമ്മലാണ് പോണത്. അപ്പോൾ പിന്നെ അവളെ സ്റ്റോപ്പിൽ ഇറങ്ങി കുറച്ച് നേരം കാത്തുനിന്ന് പിന്നെ അവിടെ നിന്ന് അവളെ കൂടെ പോവല്ലോ. മറ്റേത് ഒറ്റയ്ക്ക് പോകുമ്പം കുറച്ച് ഓനായിട്ട് റിസ്ക് ആണല്ലോ. അങ്ങനെ പിന്നെ നമ്മൾ പോകാൻ തുടങ്ങി. അങ്ങനെ ഇതാ ലുലു മാളിലെത്തി. ഒരു ഫ്രണ്ട്സൊന്നും എത്തിയില്ല. അപ്പോൾ ഓരോ കാത്ത് കുറച്ച് നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്ത്. അപ്പോൾ അവിടെ ഫ്രണ്ടിൽ തന്നെ അപ്പോൾ അവിടെ ഇങ്ങനെ കുറേ ബാഗൊക്കെ തൂക്കിയിട്ടിങ്ങനെ. അപ്പോൾ അതൊക്കെ കുറച്ച് നേരം നോക്കി നിന്ന് പിന്നെ നമ്മൾ ഏറ്റവും മേലെ കയറി അടിച്ച് ഫുഡ് കോർട്ടിൻ്റെ അവിടെ ഫുഡ് ഓർഡർ ചെയ്ത് വർത്തമാനം പറഞ്ഞിങ്ങനെ ഇരിക്കുമല്ലോ. കുറേ ആയാലും ഇങ്ങനെ പുറത്തൊക്കെ പോയിട്ട് പിന്നെ അത് ആ ഫുഡ് കോർട്ടിൻ്റെ അവിടെ തന്നെയുള്ള കുട്ടികൾ കളിക്കുന്നതൊക്കെ ഉള്ളത്. അപ്പോൾ അത് കണ്ടപ്പോൾ അവർക്ക് അതിൽ കയറണം. അപ്പോൾ കുറച്ച് നേരമൊക്കെ അതൊക്കെ നോക്കി നിന്ന് അവിടെ ഇങ്ങനെ കയറ്റിയിരുത്തി പിന്നെ നമ്മൾ അവിടെ പോയിരുന്ന് പിന്നെ നമ്മളിതാ കുറേ ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിരുന്നു, ഓരോന്നും പറഞ്ഞിരുന്ന്. റോട്ടിൽ സമയം ഇരിക്കാനൊരു പേടി.
ചെറിയ മക്കളെ കൂട്ടിയിട്ടില്ലല്ലോ, അപ്പോൾ ഒരു നീക്കണ മുന്നേ വീട്ടിലെത്തണമല്ലോ. അങ്ങനെ ഓരോന്നും പറഞ്ഞങ്ങനെ ഇരിക്കുന്നു. പിന്നെ ഇതാ ഫുഡൊക്കെ വന്നത് നല്ല ടേസ്റ്റിന് കുനാഫൻ്റെ എന്തോന്നാണ്. പിന്നെ ഇതാ ഫലൂദി ഓർഡർ ചെയ്ത്, പിന്നെ ഇതാ മോമോസ്, ഫ്രഞ്ച് ഫ്രൈസ്, പിസ്സ, പിന്നെ ലോൾഡ് ഫ്രൈസ്, അങ്ങനത്തെ ഒക്കെ ഐറ്റംസൊക്കെ ഓർഡർ ചെയ്ത് അതൊക്കെ തന്നെ കഴിക്കുകയാണ്. പിന്നെ അവിടുത്തെ ഫാഷൻ സ്റ്റോറിലും പിന്നെ ഹൈപ്പർ മാർക്കറ്റിലൊക്കെ വെറുതെ കയറി ഇറങ്ങി വന്ന്. അതൊരു ഹരാണല്ലോ ഇങ്ങനെ ഓരോന്ന് കാണുന്നത്. അതൊക്കെ കയറി ഇറങ്ങി. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഒരു 6:15 ആകുമ്പോഴത്തേനും അവിടെ നിന്ന് ഇറങ്ങിയിരിക്കണേ തിരിച്ച് വീട്ടിലേക്ക് പോകാനും. കാരണം അധികം ലേറ്റ് ആവണ്ടല്ലോ. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തിരിച്ച് എൻ്റെ വീട്ടിൽ എൻ്റെ ഫ്രണ്ട് കൊണ്ടായിരുന്നത്, അതുകൊണ്ട് കഴിച്ചില്ലേ. മറ്റേ ഞാൻ ബസ് കയറിൻ്റെ മോനാണ് ഉറങ്ങിയും പോയിക്കണം. പിന്നെ വീട്ടിലെത്തിയപ്പോൾ ഇപ്പം അതാ പറയാണ്ട് നമുക്ക് ഷവർമ കൊണ്ട് നിൽക്കണം. അപ്പോൾ പിന്നെ അതൊക്കെ കഴിച്ച് പിന്നെ പ്രത്യേകിച്ച് വീഡിയോ ഒന്നും എടുത്തിട്ടില്ലേനു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഓക്കെ എന്നാൽ.